ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പറഞ്ഞാല് ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ്, അതുപോലെ തന്നെ ഒഫൻസസ് റിലേറ്റിംഗ് ടു ചിൽഡ്രൻസിന് സംബന്ധിച്ചിട്ടുള്ള ഒഫൻസസും, അതുപോലെ തന്നെ മാരേജിന് ശേഷം അല്ലെങ്കിൽ മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒഫൻസസുകളുമാണ്. ഇതും ഒഫൻസസ് അഗേൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രന്റെ അണ്ടറിൽ വരുന്നതാണ്. കുറച്ച് സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഒഫൻസ് ആണ് ഡൗറി ഡെത്ത്. അത് സെക്ഷൻ 80 BNS സെക്ഷൻ 80 ഡൗറി ഡെത്തിനെ പറ്റിയിട്ട് പറയുന്നത്. സോ നമ്മളൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ഈ ഡൗറി ഡെത്ത് എന്ന് പറയുന്നത്, അല്ലെ? കുറെ നാളായിട്ട് അല്ലെങ്കിൽ റീസെന്റ്ലിയും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഡൗറി ഡെത്ത്. ഇപ്പൊ റീസെന്റ്ലി നമ്മൾ കേട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നടന്ന ഒരു ഇൻസിഡന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളുടെ നാട്ടിൽ നടക്കുന്നത് കേൾക്കുന്നുണ്ട്. സോ അപ്പം എന്താണ് ഈ ഒഫൻസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒഫൻസിന്റെ പണിഷ്മെന്റ് എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കാം. സോ വാട്ട് ഇസ് ഡൗറി ഡെത്ത്? എപ്പോഴാണ് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ മരിക്കുമ്പോൾ അതിനെ ഡൗറി ഡെത്ത് ആയിട്ട് നമ്മൾ എപ്പോഴാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. ഇഫ് എ വുമൻ ഡൈസ് due to burns, injury, or unnatural causes within 7 years of marriage, and it is proved that just before her death she was harassed or treated cruelly by her husband or his relatives because of dowry demands. അതായത് ഒരു സ്ത്രീ മരിക്കുന്ന സമയത്ത് എന്തിന്റെ കാരണത്താലായിരിക്കും അവർ മരിച്ചിട്ടുണ്ടാവുക? ദേഹത്ത് എന്തെങ്കിലും പൊള്ളലോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിപ്പാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺനാച്ചുറൽ കോസ് കാരണം അവര് മരിക്കുകയാണ്. ആൻഡ് അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കണം? കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിലായിരിക്കണം ഈ പറഞ്ഞ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഓൾസോ മരണത്തിന് മുന്നേ എന്താണ്, ആ പെൺകുട്ടീന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സോ ഹരാസ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രൂവലി ട്രീറ്റ് ചെയ്യുകയോ ചെയ്യണം. എന്തിന്റെ പേരില്? ഡൗറി, അതായത് സ്ത്രീധനം തരാത്തതിന്റെ പേരില് അവളെ ഹരാസ് ചെയ്യുകയോ ക്രൂവലി ട്രീറ്റ് ചെയ്യുകയോ ചെയ്യണം. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ഹരാസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ക്രൂവൽറ്റിയുടെ ബേസിലാണ് ആ ഒരു പെൺകുട്ടി ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രൂവൽറ്റി കൂടിയിട്ട് അവളെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് ആ കുട്ടി മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൗറി ഡെത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരും. അപ്പൊ ഡൗറി ഡെത്തിന്റെ ഒരു മെയിൻ കണ്ടീഷൻ ഇതാണ്: കല്യാണം കഴിഞ്ഞ് വിത്തിൻ 7 years ഓഫ് മാരേജ് ആയിരിക്കണം ആ കുട്ടീന്റെ ഡെത്ത് ഉണ്ടാവേണ്ടത്. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ അതിനെ ഡൗറി ഡെത്ത് എന്ന് വിളിക്കും. നൗ the husband or his relatives are assumed to be responsible for her death. അതായത് ആ പെൺകുട്ടീന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ റിലേറ്റീവ്സും ആണ് ആ ഒരു മരണത്തിന് ഉത്തരവാദിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് ഇവിടെ ഡൗറി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ സ്ത്രീധനം എന്ന് പറയില്ലേ, ആ സ്ത്രീധനത്തിനാണ് ഉദ്ദേശിക്കുന്ന ഡൗറി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കല്യാണ സമയത്ത് പെൺകുട്ടിക്ക് ഇപ്പൊ സ്വർണമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതുപോലെ കാറോ വീടോ ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും, അല്ലെങ്കിൽ കൊടുത്തത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അതിനൊക്കെയാണ് നമ്മളിവിടെ ഡൗറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 പറയുന്ന സെയിം ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്ന ഡൗറി എന്നാണ് ഈ സെന്റൻസിൽ പറയുന്നത്. ഇനി അതിനുള്ള പണിഷ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മിനിമം 7 years ഓഫ് ഇംപ്രിസൺമെന്റ് മേ എക്സ്റ്റെൻഡ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ്. അതായത് മിനിമം 7 വർഷം തടവും, അത് എത്ര നാൾ വരെ പോകാൻ പറ്റും? ജീവപര്യന്തം വരെ പോകാവുന്ന ഒരു ശിക്ഷയാണ് ഡൗറി ഡെത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇത് BNS സെക്ഷൻ 80യും IPC സെക്ഷൻ 304B പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഒഫൻസും എന്താണ്? കൊഗ്നീസബിൾ ആണ്. അതായത് വാറണ്ട് ഇല്ലാണ്ട് തന്നെ ആരാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നോൺ ബെയിലബിൾ ആണ്. ബെയില് കിട്ടുന്നത് മീൻസ് അയാളുടെ ഒരു അവകാശം പോലല്ല ഇവിടെ ബെയിൽ കണക്കാക്കുന്നത്. പിന്നെ നോൺ കോമ്പൗണ്ടബിൾ, അതായത് കോംപ്രമൈസ് ഇവിടെ നടക്കില്ല. ആൻഡ് ഇത് ട്രയൽ നടത്തുന്നത് സെഷൻ കോർട്ടിലാണ്, കോർട്ട് ഓഫ് സെഷനിലാണ്. അതാണ് ഡൗറി ഡെത്ത്. ഇനി അടുത്ത ടോപ്പിക് ആണ് മോക്ക് മാരേജ്. സെക്ഷൻ 81 BNS സെക്ഷൻ 81 മോക്ക് മാരേജ് എന്താന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മോക്ക് മാരേജ്? If a man tricks a woman into believing that she is legally married to him, and because of that belief she lives with him, cohabits, or has sexual intercourse with him. അതായത് ഒരു പെണ്ണിനെ എന്താണ് പറ്റിക്കുകയാണ്. ദാറ്റ് ഓക്കെ, നമ്മൾ ലീഗലി കല്യാണം കഴിച്ചു, നീ എന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവാണെന്നും പറഞ്ഞ് പറ്റിച്ച് എന്ത് ചെയ്യിപ്പിക്കുന്നു?
ഒരുമിച്ച് താമസിക്കുന്നു, കോഹാബിറ്റ് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുകയും ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻ എന്തായിരിക്കണം, അവിടെ നടന്നിരിക്കണം. അപ്പോഴതിന് നമ്മൾ എന്തെന്ന് പറയും? മോക്ക് മാരേജ് എന്ന് പറയും. ഒരാള് ഒരു പെൺകുട്ടീനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് നമ്മൾ ലീഗലി മാരീഡ് ആണ്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് പെൺകുട്ടി എന്ത് ചെയ്യുന്നത്? അയാളുടെ കൂടെ താമസിക്കുകയും സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇടപെടുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? ഇംപ്രിസൺമെന്റ് അപ് ടു 10 years ആൻഡ് ഫൈൻ. അതായത് 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണത്. ഇനി ഇത് IPC പറഞ്ഞത് സെക്ഷൻ 493 ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? നോൺ കൊഗ്നീസബിൾ ആണ്. നോൺ കൊഗ്നീസബിൾ എന്ന് വെച്ചാൽ എന്താ? വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോലീസിന് വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നോൺ ബെയിലബിൾ ആണ്. ഇവിടെ ബെയിൽ എന്താണ്? നോൺ ബെയിലബിൾ ആണ്. ദെൻ നോൺ കോമ്പൗണ്ടബിൾ. നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ഇല്ല. ആൻഡ് മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ കോടതിയിലാണ് ഇതിന്റെ ട്രയൽ നടക്കുക. അതാണ് മോക്ക് മാരേജ്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 82 ക്ലോസ് 1 ആൻഡ് 2, ബൈഗമി. ബൈഗമി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മെയിൻലി പറയുന്നത് ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഒക്കെയാണ്. മുസ്ലിംസിന് ഇത് ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താന്ന് വെച്ചാൽ, എന്താ ആദ്യം ബൈഗമി എന്ന് നമുക്ക് പറയാം. ഇഫ് എ പേഴ്സൺ marries again while their husband or wife is still alive and the first marriage is still valid, then the second marriage is illegal. അതായത് ഓൾറെഡി ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കെ ഈ പേഴ്സൺ എന്ത് ചെയ്യുകയാണ്? മറ്റൊരാളെ കല്യാണം കഴിക്കുകയാണ്. ആ ഒരു ഫസ്റ്റ് മാരേജ് എന്തായിരിക്കും? വാലിഡ് മാരേജ് ആയിരിക്കും. വാലിഡ് മാരേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഡിവോഴ്സ് ആയി പോവുകയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവ് ഇപ്പോഴും കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പേഴ്സൺ എന്ത് ചെയ്തു? മറ്റൊരു കല്യാണം കഴിച്ചു. അപ്പോ ആ സെക്കൻഡ് മാരേജ്, രണ്ടാമത് കല്യാണം കഴിച്ചത് എന്തായിരിക്കും? അത് ഇല്ലീഗൽ ആയിരിക്കും. ഇത് ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം മുസ്ലിംസിന്റെ കേസിൽ നമുക്കറിയൊരു ഒരു മുസ്ലിം മെന്നിന് എന്താണ് 4 കല്യാണം വരെ കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് മുസ്ലിംസിന് ആപ്ലിക്കബിൾ അല്ല, ഹിന്ദുസിനും ക്രിസ്ത്യൻസിനുമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അങ്ങനെ കല്യാണം കഴിച്ചാല് സെക്ഷൻ 82 ക്ലോസ് 1 വഴിയാണ്, സെക്ഷൻ 82 ക്ലോസ് 1 ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അതുവഴി അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? അപ് ടു 7 years ഓഫ് ഇംപ്രിസൺമെന്റ്, 7 വർഷം വരെ തടവും ഫൈനും. അപ്പം സെക്ഷൻ 82 ക്ലോസ് 1 നമ്മൾ ആദ്യം പറയുന്നത് ഈ രണ്ടാമത് കല്യാണം കഴിക്കുമല്ലോ. അപ്പൊ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അറിയാം ഈ പേഴ്സൺ ഓൾറെഡി കല്യാണം കഴിച്ചതാന്ന് അറിഞ്ഞിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഉള്ള ശിക്ഷയാണ് ഇത് പറയുന്നത്. ഓക്കെ, ആ രണ്ടാമത് കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് അറിയാം ദാറ്റ് ഇയാൾ ഓൾറെഡി കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്, എന്നിട്ടാണ് ഇയാൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാണ് കെട്ടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ശിക്ഷയാണ് ഇത്. ഇനി ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ശിക്ഷ കിട്ടാതെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അത് എപ്പോഴൊക്കെയാന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് മാരേജ് ഹാസ് ബീൻ ഡിക്ലെയർഡ് വോയിഡ് ബൈ എ കോർട്ട്. അതായത് കോടതി ആ ഒരു ഫസ്റ്റ് മാരേജിന് വോയിഡ് ആക്കി കളഞ്ഞു. വോയിഡ് എന്ന് വെച്ചാൽ വാലിഡിന്റെ ഓപ്പോസിറ്റ് ആണ് വോയിഡ്. അതായത് അങ്ങനത്തെ ഒരു കല്യാണം നിലനിൽക്കുന്നില്ല, ഒന്നെങ്കിൽ ബൈ ഡിവോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടല്ല കല്യാണം നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ആരെങ്കിലും ആ ഒരു ലൈക്ക് ഒന്നെങ്കിൽ ഹസ്ബൻഡിന്റെ വൈഫിന്റെ കൺസെന്റ് ഒന്നും ഇല്ലാതെ ചിലപ്പം കള്ളം പറഞ്ഞു വല്ലതും കെട്ടിയതാണ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ കോടതി എന്ത് ചെയ്യും? ആ ഒരു മാരേജിന് വോയിഡ് ആയിട്ട് കോടതി പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത് കല്യാണം കഴിക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ആ രണ്ടാമത്തെ കല്യാണം ഇല്ലീഗൽ ആയിട്ടൊന്നും എടുക്കില്ല. അതാണ് ഫസ്റ്റ് എക്സെപ്ഷൻ. സെക്കൻഡ് എക്സെപ്ഷൻ എന്താന്ന് വെച്ചാൽ, ദി ഹസ്ബൻഡ് ഓർ വൈഫ്, അതായത് ഇപ്പം ഞാനാണ് ഇപ്പൊ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് ഒന്നെങ്കിൽ മിസ്സിംഗ് ഫോർ 7 years, 7 വർഷമായിട്ട് കാണാനില്ല, അല്ലെങ്കിൽ ആൻഡ് നോട്ട് ഹേർഡ് ഓഫ് ലൈഫ്, അതായത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒരു വിവരവും ഇല്ല. ആൻഡ് ഞാൻ എന്റെ പുതിയ പാർട്ട്ണർ, അതായത് രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് ഈ സിറ്റുവേഷൻ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ പേഴ്സൺ ടെൽസ് ദ ന്യൂ പാർട്ട്ണർ അബൌട്ട് ദി സിറ്റുവേഷൻ ബിഫോർ ദി സെക്കൻഡ് മാരേജ്. രണ്ടാമത്തെ കല്യാണത്തിന് മുന്നേ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്, 7 വർഷമായിട്ട് അയാൾ മിസ്സിംഗ് ആണ്, അയാളെ പറ്റി ജീവിച്ചിരിപ്പോണ്ടൊന്നും അറിവുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് വരില്ല? അതൊരു ഒഫൻസ് ആയിട്ട്, രണ്ടാമത്തെ കല്യാണം ഒരു ഒഫൻസ് ആയിട്ട് അല്ലെങ്കിൽ ബൈഗമി ആയിട്ട് എടുക്കില്ല. ഇനി സ്ട്രിക്റ്റർ പണിഷ്മെന്റ് ഫോർ ഹൈഡിങ് ഫസ്റ്റ് മാരേജ്, ഇത് സെക്ഷൻ 82 ക്ലോസ് 2 വരുന്നതാണ്. അതായത് രണ്ടാമത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ എന്തായി, രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് ഞാൻ പറയുന്നില്ല ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. ഇഫ് ദ പേഴ്സൺ ഹൈഡ്സ് ദ ഫാക്ട് ഓഫ് ദെയർ ഫസ്റ്റ് മാരേജ് ഫ്രം ദ സെക്കൻഡ് പാർട്ട്ണർ, സെക്കൻഡ് പാർട്ട്ണറിൽ നിന്നും ഫസ്റ്റ് മാരേജിന്റെ കാര്യം ഹൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്?
സ്ട്രിക്റ്റർ പണിഷ്മെന്റ് ആണ് ആ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഉള്ള പണിഷ്മെന്റ് എന്താണ്? അപ് ടു 10 years ഓഫ് ഇംപ്രിസൺമെന്റ്, 10 വർഷം വരെ ശിക്ഷയും തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടുന്നൊരു ശിക്ഷയാണ്, ഇഫ് രണ്ടാമത്തെ കല്യാണം കഴിക്കുന്ന ആളോട് അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഒരു ഒഫൻസ് എന്താണ്? ആദ്യം കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു, സെക്കൻഡ് സ്പൗസിനോട് ഫസ്റ്റ് കല്യാണം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒഫൻസ് എന്തായിരിക്കും? നോൺ കോഗ്നീസബിൾ ആണ്, ബെയിലബിൾ ആണ് ആൻഡ് കോമ്പൗണ്ടബിൾ. കോമ്പൗണ്ടബിൾ കോംപ്രമൈസ് പറ്റുന്ന ഒരു ഒഫൻസ് ആണ്. ഞാൻ ഇപ്പം ഫസ്റ്റ് വൈഫിനോട് കാര്യം പറഞ്ഞിട്ടാണ് സെക്കൻഡ് വൈഫിനോട് കാര്യം പറഞ്ഞിട്ടാണ് കെട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ആൻഡ് അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അടുത്താണ് ഈ ഒരു കേസ് നമ്മൾ ട്രയൽ നടത്തുന്നത്. ഇനി സെക്ഷൻ 82 ക്ലോസ് 2 വഴിയാണ് സംഭവം നടന്നത്. അതായത് ഞാൻ രണ്ടാമത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഓൾറെഡി മാരീഡ് ആണത് എന്നുള്ള, അങ്ങനെയാണ് സംഭവമെങ്കിൽ ആ ഒരു ഒഫൻസ് എന്താണ്? അത് നോൺ കോഗ്നീസബിൾ ആണ്, ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ. അവിടെ കോംപ്രമൈസ് നടക്കില്ല, ബിക്കോസ് ഞാൻ അവിടെ രണ്ടുപേരെ പറ്റിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. ആൻഡ് ട്രയബിൾ ബൈ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് അത് ആ ഒരു കേസിന്റെ ട്രയൽ നടത്തുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 82. ഇനി നമ്മൾ പറയാൻ പോകുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 83. സെക്ഷൻ 83 പറയുന്നത് ഫ്രോഡുലന്റ് മാരേജ് സെറിമണി വിത്തൗട്ട് ലോഫുൾ മാരേജ്. If a person knowingly takes part in a marriage ceremony but knows that the marriage is not legally valid and does it with fraud or dishonest intent to cheat or mislead someone, അതായത് മറ്റൊരു ആള്, അതായത് ചിലപ്പം ആ ഒരു പാർട്ട്ണറെ തന്നെ ആയിരിക്കണം ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരാളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫ്രോഡുലന്റ്ലി ആളെ കല്യാണം കഴിക്കുന്നു. അതായത് എനിക്കറിയാം ഈ കല്യാണം എന്തല്ല, ഒരു വാലിഡ് കല്യാണമല്ല, വെറുതെ ഫ്രോഡായിട്ട് മറ്റേ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കല്യാണമാണ് അറിഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു മാരേജ് സെറിമണിയിൽ പങ്കെടുത്താൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? അപ് ടു 7 years ഓഫ് ഇംപ്രിസൺമെന്റ്, 7 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും ഈടാക്കാവുന്ന ഒരു ശിക്ഷയാണത്. ഇനി IPC ഇത് പറയുന്ന സെക്ഷൻ 496 ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? നോൺ കോഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടക്കുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ്. ഈ പറയുന്ന ഒഫൻസ് അത്രയും സ്ട്രിക്റ്റർ ഒഫൻസസ് അല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നോൺ കോഗ്നീസബിൾ ആയേക്കുന്നത്. അതായത് വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒഫൻസസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 84. Enticing or taking away or detaining with a criminal intent a married woman. അതായത് if a person takes away or lures a woman and he knows or has reason to believe that she is someone else's wife and does this with the intention that she will have illicit sexual relation with someone or hides or keeps such a woman for the same purpose. അതായത് മറ്റൊരു ആളുടെ ഭാര്യനെ എന്ത് ചെയ്യുന്നു? തട്ടിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവരെ മാറ്റി താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് ഇയാൾക്കറിയാം ഈ ഒരു സ്ത്രീ ഓൾറെഡി കല്യാണം കഴിച്ച് മറ്റൊരാളുടെ ഭാര്യയാന്ന് അറിഞ്ഞിട്ടാണ് ഈ ആ ഒരു ഭാര്യനെ തട്ടിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കുകയോ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? ഫോർ ഹാവിങ് ഇല്ലിസിറ്റ് സെക്ഷൽ റിലേഷൻ, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീനെ അങ്ങനെ കൊണ്ട് നിർത്തുന്നത്. ഓർ ഹൈഡ്സ് ഓർ കീപ് സച്ച് എ വുമൻ ഫോർ ദ സെയിം പേർപ്പസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ത്രീനെ ഒളിപ്പിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് അറിയാണ്ട് മാറ്റി താമസിപ്പിക്കുകയാണ് ഈ ഒരു ഇല്ലീഗൽ സെക്ഷൽ റിലേഷന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? അപ് ടു 2 years ഓഫ് ഇംപ്രിസൺമെന്റ്, 2 വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈന് അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു ശിക്ഷയാണ് സെക്ഷൻ 84 പറയുന്നത്. ഈ ഒരു സെക്ഷൻ IPC പറഞ്ഞത് സെക്ഷൻ 498 ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? നോൺ കോഗ്നീസബിൾ ആണ്, ബെയിലബിൾ ആണ്, കോമ്പൗണ്ടബിൾ ആണ്. അതായത് എല്ലാം ഓക്കെ ആണ്. അതായത് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബെയില് കിട്ടുന്ന ഒരു ഒഫൻസ് ആണ്, കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടത്തുന്നത് മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും. ഓക്കെ, അതാണ് സെക്ഷൻ 84. ഇനി നമ്മൾ പറയുന്ന അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 85. സെക്ഷൻ 85 പറയുന്നത് ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഓഫ് ഹസ്ബൻഡ് ഓഫ് എ വുമൻ സബ്ജക്റ്റിംഗ് ഹർ ക്രൂവൽറ്റി. അതായത് ഒരു ഹസ്ബൻഡോ ഒരു
ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോ എന്ത് ചെയ്യാണ്, ഒരു പെൺകുട്ടീനെ ക്രൂവലി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ആണ് അപ് ടു 3 years ഓഫ് ഇംപ്രിസൺമെന്റ്, 3 വർഷം വരെ തടവും ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണത്. ഇനി എന്താണ് ക്രൂവൽറ്റി എന്നുള്ളത് അടുത്ത സെക്ഷൻ 86 നമ്മൾ പറയുന്നുണ്ട്. സോ സെക്ഷൻ 85 അതിന്റെ പണിഷ്മെന്റ് ആണ് പറയുന്നത്. എന്താ പണിഷ്മെന്റ്? 3 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്. ഇനി സെക്ഷൻ 86 ക്രൂവൽറ്റി ഡിഫൈൻഡ്. എന്താണ് ഈ പറഞ്ഞ ക്രൂവൽറ്റി എന്നുള്ള ഇവിടെയാണ് പറയുന്നത്. A woman is said to be subjected to cruelty if serve abuse or threats അല്ലെങ്കിൽ harassment for dowry. എന്താണ്? സിവിയർ അബ്യൂസ് ആണ്, സിവിയർ അബ്യൂസ് ഓർ ത്രെറ്റ്. അതായത് എന്താണ് ഈ സിവിയർ അബ്യൂസ് അല്ലെങ്കിൽ ത്രെറ്റ് എന്ന് പറയുന്നത്? The intentional behavior is so bad that it could force her to commit suicide or cause serious harm to her body or mental health. അതായത് ഈ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോ എന്ത് ചെയ്യാണ്, ഇന്റൻഷനലി അവളെ ഇത് ഫോഴ്സ് ചെയ്യാണ്. എന്തിനു വേണ്ടി? ഒന്നെങ്കിൽ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യാവുന്ന രീതിയിൽ വേറെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ അവളോട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവളുടെ ബോഡിക്കോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനോ സീരിയസ് ഹാം കോസ് ചെയ്യാവുന്ന എന്തെങ്കിലും ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ സിവിയർ അബ്യൂസ് ഓർ ത്രെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ റീസെന്റ് ഒരു കേസിന്റെ വിധി കേട്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഭാര്യനെ പട്ടിണിക്കിട്ട് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ എന്താണ്? സിവിയർ അബ്യൂസ് അല്ലെങ്കിൽ ത്രെറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ലൈക്ക് ഒരു മെന്റൽ പീസ് കൊടുക്കാണ്ടിരിക്കുക, ഫുൾ ടൈം ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ഈ പറഞ്ഞ സിവിയർ അബ്യൂസ് ഓർ ത്രെറ്റിന്റെ അണ്ടറിൽ വരും. അടുത്തതാണ് ഹറാസ്മെന്റ് ഫോർ ഡൗറി. അതായത് ഷീ ഈസ് ഹറാസ്ഡ് ടു ഫോഴ്സ് ഹർ ഓർ ഹർ ഫാമിലി ടു ഗിവ് മണി, പ്രോപ്പർട്ടി ഓർ അതർ വാല്യുബിൾസ് ഓർ ബിക്കോസ് ദേ ഡിഡ് നോട്ട് മീറ്റ് സച്ച് എ ഡിമാൻഡ്. അതായത് ഇപ്പം സ്ത്രീധനം ഇത്ര തുക തരാമെന്ന് പറഞ്ഞു, പക്ഷെ ചിലപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ കൊടുത്തത് അവർക്ക് തൃപ്തിയായില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സോ ആ ഒരു പെൺകുട്ടീനെ ഫോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ആ പെൺകുട്ടീന്റെ ഫാമിലിനെ ഫോഴ്സ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഈ പറഞ്ഞ പൈസയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യബിൾ, അതായത് സ്വർണോ അല്ലെങ്കിൽ കാറ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ തരാൻ വേണ്ടിയിട്ട് പെൺകുട്ടീനെ അല്ലെങ്കിൽ പെൺകുട്ടീന്റെ ഫാമിലിനെ ഫോഴ്സ് ചെയ്യുന്നു. അതൊക്കെ ഈ പറഞ്ഞ ക്രൂവൽറ്റീന്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയാണ് നമ്മൾ സെക്ഷൻ 85 ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഈ ക്രൂവൽറ്റി ഒക്കെ IPC പറഞ്ഞിട്ടുള്ളതാണ്. IPC ക്രൂവൽറ്റി ഡിഫൈൻ ചെയ്തത് സെക്ഷൻ 498A അതിന്റെ പണിഷ്മെന്റ് പറഞ്ഞിട്ടുള്ള സെക്ഷൻ വാസ് സെക്ഷൻ 498, അതും 498A തന്നെ ആയിരുന്നു. ഈ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് എന്താണ്? കൊഗ്നീസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അത് നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് അതിന്റെ ട്രയൽ നടത്തുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ്. ഇനി അടുത്ത ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 87. സെക്ഷൻ 87 പറയുന്നത് കിഡ്നാപ്പിംഗ്, അബ്ഡക്റ്റിംഗ് ഓർ ഇൻഡ്യൂസിംഗ് വുമൻ ടു കമ്പൽ ഹർ മാരേജ്. സോ ഫ്രം ദ ഡെഫിനിഷൻ നമുക്ക് എന്താന്നുള്ളത് ഒരു ചെറിയ ഊഹം കിട്ടിയിട്ടുണ്ടാവും അല്ലെ? സെക്ഷൻ 87 ഓഫ് BNS പറയുന്നത് എന്താണ്? എ പേഴ്സൺ കമ്മിറ്റ്സ് ദിസ് ഒഫൻസ് ഇഫ് ഹി kidnaps or abducts a woman with the intention or knowledge that she will be forced to marry someone against her will or she will be forced or seduced into sexual relations. അതായത് ഒരു വ്യക്തി ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ തട്ടിക്കൊണ്ട് വരികയാണ്. കിഡ്നാപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തട്ടിക്കൊണ്ട് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് ദ ഇന്റൻഷൻ ഓർ നോളജ്. ഈ ക്രിമിനൽ ഒഫൻസ് എപ്പോ ചെയ്താലും അവിടെ വേണ്ട ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് ഇന്റൻഷൻ ആണ്. അതായത് ഇപ്പം ഒരാളെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ തെളിയിക്കുന്നത്? ദാറ്റ് ആ ഒരു പേഴ്സൺ ആ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അയാളെ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ കൂടി ചെന്നാലാണ് അയാൾ കൊന്നു അല്ലെങ്കിൽ അയാളുടെ മേലെ ഇത്ര വലിയ ശിക്ഷ നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത്. സോ ഇവിടെയും അതുപോലെ തന്നെ അയാളുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം ഈ ഒരു പെൺകുട്ടീനെ കിഡ്നാപ്പ് ചെയ്യുന്ന അല്ല അബ്ഡക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവളെ ഫോഴ്സ് ചെയ്ത് അവളുടെ ഇഷ്ടത്തിന് എഗൻസ്റ്റ് ആയിട്ട് അവളെ ഫോഴ്സ് ചെയ്ത് ഒരാളെ കല്യാണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്ത് ഒരാളായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ ഇല്ലിസിറ്റ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാതെ മറ്റാരെങ്കിലും ഈ പറഞ്ഞ ഇന്റർകോഴ്സിൽ ഇടപെടുന്നതിനാണ് ഇല്ലീഗൽ ഇന്റർകോഴ്സ് എന്ന് ബൈലോ പറയുന്നത്. സോ അതാണ് ഫസ്റ്റ്. അവളെ
ഫോഴ്സ് ചെയ്ത് ഒന്നുകിൽ കല്യാണത്തിന് വേണ്ടി നിർബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സെക്ഷൽ റിലേഷന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. എങ്ങനെയാണ് ഈ പറഞ്ഞ നിർബന്ധം അവളെ ഫോഴ്സ് ചെയ്യുന്നത്? എങ്ങനെയാണ്? യൂസസ് ത്രെറ്റ്സ്, പവർ ഓർ പ്രഷർ. ഒന്നെങ്കിൽ അവളെ ത്രെട്ടൺ ചെയ്യും. ത്രെട്ടൺ ചെയ്യാന്ന് വെച്ചാൽ ക്രിമിനൽ ഇന്റർമിഡിയേഷൻ എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ഒന്നെങ്കിൽ അവളെയോ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും, അത് നിന്റെ വീട്ടുകാരെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നിന്റെ ആങ്ങളെനോ പെങ്ങളെയോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ത്രെട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ പവർ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു അതോറിറ്റിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ, ആ ഒരു ടോപ്പിക് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു അതോറിറ്റിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു? ആ ഒരു പവർ അബ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇവളെ കൊണ്ട് ഒന്നെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷന് വേണ്ടിയിട്ടോ ഫോഴ്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുക. അതായത് എങ്ങനെയാണ് പ്രഷറൈസ് ചെയ്യുന്നത്? എനി കൈൻഡ് ഓഫ് ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫോഴ്സ് യൂസ് ചെയ്തിട്ട് അവളെ പ്രഷറൈസ് ചെയ്യണത്, ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ടു മേക്ക് എ വുമൻ ഗോ ഫ്രം വൺ പ്ലേസ് ടു അനദർ സോ ഷീ മേ ബി, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാന്ന് വെച്ചാൽ കിഡ്നാപ്പ് ചെയ്യുന്നത്, ആ ഒരു ഉദ്ദേശമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫോഴ്സ്ഡ് ഓർ സെഡ്യൂസ് ഇൻ ടു സെക്ഷൽ റിലേഷൻ വിത്ത് അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയായിട്ട് സെക്ഷൽ റിലേഷൻ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവളെ ഫോഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ അതൊരു ഒഫൻസ് ആണ്. അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years, 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണത്. ഇനി അത് IPC ഇത് BNS പറഞ്ഞ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 87 ആണ്. IPC സെക്ഷൻ 366 ഇത് പറഞ്ഞത്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടത്തുന്നത് കോർട്ട് ഓഫ് സെഷനിലാണ് ഇതിന്റെ കേസ് നടക്കുന്നത്. അപ്പൊ ഇത്രയാണ് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ് എന്നുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ ഈ കിഡ്നാപ്പിംഗ് ആ ഒരു സംഭവമൊക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മിസ്കാരേജ് നടത്തുമ്പോഴുള്ള ഒഫൻസസ്. മിസ്കാരേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ? അബോർഷൻ നടത്തിക്കുന്നു, അതിനാണ് മിസ്കാരേജ് സംഭവിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രഗ്നന്റ് വുമണിനെ മിസ്കാരേജ് ചെയ്യിപ്പിക്കുക, അതിന്റെ ഒഫൻസസ്. അതിൽ ഏതൊക്കെയാണ് ഒഫൻസസ് ആയിട്ട് വരുന്നത്, ആൻഡ് ആ ഒഫൻസസിന്റെ പണിഷ്മെന്റ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് സെക്ഷൻ 88. 88 പറയുന്നത് കോസിംഗ് മിസ്കാരേജ്. If someone intentionally causes a pregnant woman to miscarry and it is not done in good faith to save her life. അത് നമുക്കറിയാം. ചിലപ്പോഴെന്താണ്, ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോ മിസ്കാരി ചെയ്യിപ്പിക്കേണ്ടി വരും, അല്ലെ? അപ്പം ആരുടെങ്കിലും ഹെൽത്തിന് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഹെൽത്തിന് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അമ്മയുടെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മിസ്കാരി ചെയ്യിപ്പിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ എന്താണ്? അങ്ങനെയല്ല. ഇന്റൻഷനലി ഒരു പ്രഗ്നന്റ് വുമനെ കൊണ്ട് മിസ്കാരി ചെയ്യിപ്പിക്കുകയാണ്. ആൻഡ് that to done not in good faith. ഗുഡ് ഫെയ്ത്തിലല്ല നടത്തുന്നത്. അവളുടെ ലൈഫ് സേവ് ചെയ്യണം എന്നുള്ള ഗുഡ് ഫെയ്ത്തിലല്ല നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് up to 3 years in jail or fine or both. 3 വർഷം വരെ തടവ് കിട്ടാം, അതുപോലെ തന്നെ ഫൈന്, അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്, ഒരു ഒഫൻസ് ആണത്. ഇനി ഇത് IPC പറഞ്ഞത് എന്താണ്? സെക്ഷൻ 312 ഓഫ് IPC ഈ ഒരു കാര്യം പറഞ്ഞത്. ആൻഡ് ഈ ഒരു ഒഫൻസ് നോൺ കോഗ്നീസബിൾ ആണ്, ബെയിലബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടത്തുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 89, കോസിംഗ് മിസ്കാരേജ് വിത്തൗട്ട് വുമൻസ് കൺസെന്റ്. അതായത് ചിലപ്പോൾ ആദ്യത്തത് നടത്തിയിട്ടുള്ളത് വുമൻസ് കൺസെന്റ് കൂടിയിട്ടായിരിക്കും. രണ്ടാമത്തത് എന്താണ്? ആ ഒരു വുമന്റെ കൺസെന്റ് ഇല്ലാതെ അവളുടെ എന്ത് ചെയ്യിപ്പിക്കുക? മിസ്കാരി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. ഇഫ് എ പേഴ്സൺ കോസസ് എ വുമൻ ടു മിസ്കാരി വിത്തൗട്ട് ഹെർ കൺസെന്റ് വെദർ ഷീ ഈസ് ഇൻ ഏർലി ഓർ ലേറ്റ് പ്രഗ്നൻസി ഇറ്റ് ഈസ് എ സീരിയസ് ഒഫൻസ്. അതായത് ഒരു പെൺകുട്ടീന്റെ സമ്മതം കൂടാണ്ട് അവളുടെ കുട്ടീനെ കൊന്നുകളയാ, അതായത് മിസ്കാരി ചെയ്യിപ്പിക്കുകയാണ് അവളുടെ സമ്മതം ഇല്ലാണ്ട്. അത് ഈവൻ ഇഫ് അത് ഏർലി പ്രഗ്നൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ലേറ്റ് പ്രഗ്നൻസി ആയിക്കോട്ടെ, അതെന്താണ്? ഒരു സീരിയസ് ഒഫൻസ് ആണ്. ഓക്കെ, അങ്ങനെ സംഭവിച്ചാല്, അങ്ങനെ ഒരു ഒഫൻസ് ഒരാൾ ചെയ്താൽ അതിന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ഓർ അപ് ടു 10 years ഇൻ ജയിൽ ആൻഡ് ഫൈൻ. അതായത് ഒന്നെങ്കിൽ ജീവപര്യന്തമായിരിക്കും, അല്ലെങ്കിൽ 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും ഈടാക്കുന്ന ഒരു ശിക്ഷയാണത്. ഈ ഒരു ഒഫൻസ് BNS പറഞ്ഞത് സെക്ഷൻ 89 IPC പറയുന്നത് സെക്ഷൻ 313 ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടത്തുന്നത് കോർട്ട് ഓഫ് സെഷനിലായിരിക്കും.
ഇനി അടുത്ത ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 90. അതിനകത്ത് വരുന്ന ഒഫൻസ് എന്താണ്? ഡെത്ത് കോസ്ഡ് ബൈ ആക്ട് ഡൺ വിത്ത് ഇന്റന്റ് ടു കോസ് മിസ്കാരേജ്. അപ്പൊ ഈ ഒരു ഒഫൻസ് ഓർക്കാൻ നേരം നിങ്ങൾ നോട്ട്ബുക്ക് സിനിമ ആലോചിച്ചാൽ മതി. അതായത് ഇഫ് എ പേഴ്സൺ ട്രൈസ് ടു കോസ് എ മിസ്കാരേജ് ആൻഡ് ദ വുമൻ ഡൈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ആക്ട്. അതായത് മിസ്കാരേജിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആ ഒരു പെൺകുട്ടിയുടെ മരണം സംഭവിക്കുകയാണ്. ദ വുമൻ ഡൈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ആക്ട്. ആ ഒരു ആക്ട് കാരണം ആ ഒരു സ്ത്രീ അവിടെ മരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അപ് ടു 10 years ഓഫ് ഇംപ്രിസൺമെന്റ്. 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണത്. ആ ഒരു സെക്ഷൻ IPC പറഞ്ഞത് സെക്ഷൻ 314 ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടത്തുന്നത് കോർട്ട് ഓഫ് സെഷനിൽ വെച്ചിട്ടാണ്. ഇഫ് ഇറ്റ് വാസ് ഡൺ വിത്തൗട്ട് ദ വുമൻസ് കൺസെന്റ്. ഇനി ഇൻ കേസ് ആ ഒരു ഒഫൻസ് നടന്നത് ആ ഒരു പെൺകുട്ടീന്റെ സമ്മതം ഇല്ലാതാണ്, ആ ഒരു സ്ത്രീന്റെ സമ്മതം ഇല്ലാതാണെന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെന്റ് എന്തായിരിക്കും? ജീവപര്യന്തം. ഒന്നെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ അപ് ടു 10 years. നമ്മൾ സെക്ഷൻ 1 പറഞ്ഞ സെയിം, അപ് ടു 10 years വരെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷ. സെയിം ശിക്ഷയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നതെന്ന് വെച്ചാല് ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് ആ ഒരു പേഴ്സണ് ചിലപ്പോൾ ഈ പറഞ്ഞ സ്ത്രീനെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. നോട്ട്ബുക്ക് സിനിമ ആലോചിച്ചാൽ മതി. അവിടെ എന്താ ആ ഒരു ഫ്രണ്ടിനെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും റോമയ്ക്ക് ഉണ്ടായില്ല. പക്ഷെ ആ ഒരു ആക്ടിന്റെ ഇടയ്ക്ക് മരിച്ചതുകൊണ്ട് എന്താണ് ശിക്ഷ റോമയ്ക്ക് കിട്ടി. സോ അതാണ്, ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് ദ പേഴ്സൺ ഡസന്റ് ഇന്റന്റ് ടു കോസ് ഡെത്ത്. ഇഫ് ദ വുമൻ ഡൈസ് ഡ്യൂ ടു ദി ആക്ട് ഇറ്റ്സ് സ്റ്റിൽ എ ക്രൈം. ആ ഒരു വുമൺ അവിടെ മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റിൽ എന്താണ്? ഒരു ക്രൈം ആയിട്ട് തന്നെ എടുക്കും. അവിടെ നമ്മൾ ഇന്റൻഷൻ നോക്കുന്നില്ല. അടുത്ത ഒഫൻസ് ആണ് എക്സ്പോഷർ ഓർ അബാൻഡ്മെന്റ് ഓഫ് ചൈൽഡ്. ഇനി നമ്മൾ പറയുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ചൈൽഡ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 93. ഇതിനകത്ത് പറയുന്നത് എന്താ? എക്സ്പോഷർ ഓർ അബാൻഡ്മെന്റ് ഓഫ് ചൈൽഡ്. അതായത് ഇഫ് എ പാരന്റ് ഓർ കെയർ ടേക്കർ leaves or abandons a child under 12 years of age intentionally with the aim of completely giving up the child. അതായത് ഒരു കുട്ടീനെ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ ഉപേക്ഷിക്കുകയാണ് വിത്ത് ദ ഇന്റൻഷൻ ദാറ്റ് ഓക്കെ ആ കുട്ടീനെ നോക്കാൻ വയ്യാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കാരണം ആ കുട്ടീനെ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ ലീവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അബാൻഡൻ ചെയ്യുകയാണെങ്കിൽ ആ പാരന്റ് അല്ലെങ്കിൽ കെയർ ടേക്കറിന് കിട്ടാവുന്ന പണിഷ്മെന്റ് എന്താണ്? അപ് ടു 7 years ഓഫ് ഇംപ്രിസൺമെന്റ്. 7 വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണത്. ഈ ഒരു സെക്ഷൻ IPC പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 317 ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്, ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടത്തുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 94, കൺസീൽമെന്റ് ഓഫ് ബർത്ത് ബൈ ദ സീക്രട്ട് ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡി. ഈ ഒരു കേസ് നമ്മളിപ്പോ റീസെന്റ് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണിനോ ആണിനെയും അറസ്റ്റ് ചെയ്തത്. 2 കുട്ടികൾ ജനിച്ചിട്ട് അവരെ അതുപോലെ തന്നെ കുഴിച്ചു മൂടി എന്നുള്ളൊരു കേസ്. അപ്പൊ അതും എന്താണ്? ഒരു ഒഫൻസ് ആണെന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇഫ് എ പേഴ്സൺ ഹൈഡ്സ് ദ ബർത്ത് ഓഫ് എ ചൈൽഡ്. എങ്ങനെയാണ് അത് ആ ഒരു ബർത്ത് ഹൈഡ് ചെയ്യുന്നത്? by secretly burying the body or disposing of it in any other way. ഒന്നെങ്കിൽ അത് സീക്രറ്റ്ലി ആ ഒരു ബോഡീനെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ബോഡീനെ ഡിസ്പോസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ചൈൽഡിന്റെ ബർത്ത് ഹൈഡ് ചെയ്യാൻ വേണ്ടി, ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. whether the child died before, during or after birth doesn't matter. ആ ചിലപ്പോൾ ആ കുട്ടി ആ ഒരു ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുന്നോ ജനിച്ചതിന് ശേഷിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡിസ്പോസ് ചെയ്യുകയാണ്. ആൻഡ് ഡസ് ദിസ് ഇന്റൻഷനലി ടു ഹൈഡ് ദ ബർത്ത്. അവിടെ എന്താണ്? ഇന്റൻഷൻ ഉണ്ട്. എന്താണ് അവിടുത്തെ ഇന്റൻഷൻ? ആ ഒരു കുട്ടീന്റെ ജനനം ഹൈഡ് ചെയ്യണം എന്നുള്ള ഇന്റൻഷനോട് കൂടി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് അപ് ടു 2 years ഓഫ് ഇംപ്രിസൺമെന്റ്. 2 വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് സെക്ഷൻ 94 പറയുന്നത്. ഇത് IPC സെക്ഷൻ 318 ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്, ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടത്തുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 95. അതിൽ പറയുന്ന ഒഫൻസ് ആണ്
hiring etc. of child to commit offense. അതായത് hiring, employing or engaging a child to commit an offense. ഒരു കുട്ടീനെ എന്ത് ചെയ്യുന്നു? ഹയർ ചെയ്യുന്നു, എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ യൂസസ് എ ചൈൽഡ്. ഒരു കുട്ടീനെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കുട്ടി അല്ലെങ്കിൽ ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ ആട്ടോ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടീനെ ഹയർ ചെയ്യുന്നത്? ടു കമ്മിറ്റ് എനി ഒഫൻസ്. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടീനെ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒരാളെ അടിക്കാനോ ഒരാളെ അസോൾട്ട് വരുത്തുന്നത് ഒരു ഒഫൻസ് ആണല്ലോ. ഒരാളെ അടിക്കാനോ അല്ലെങ്കിൽ സിവിയർ ഇഞ്ചുറി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ലതും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കുട്ടീനെ ഹയർ ചെയ്യാണ്. 18 വയസ്സിന് താഴെ ഒരു കുട്ടീനെ ഹയർ ചെയ്താൽ അതും എന്താണ്? ഒരു ഒഫൻസ് ആണ്. ദെൻ ദ പേഴ്സൺ വിൽ ബി പണിഷ്ഡ് വിത്ത്. അങ്ങനെ ഹയർ ചെയ്യുന്ന ആൾ, ഇപ്പൊ ഞാനാണ് ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ ഏതെങ്കിലും ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടി ഹയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? മിനിമം 3 years ഓഫ് ഇംപ്രിസൺമെന്റ്, മിനിമം 3 വർഷം തടവും, അത് 10 വർഷം വരെ പോകാൻ പറ്റും. ഓക്കെ, ക്യാൻ ഗോ അപ് ടു 10 years ആൻഡ് അവിടെ ഞാൻ ഫൈനും അടയ്ക്കേണ്ടി വരും. ഇഫ് ദ ക്രൈം ഇസ് ആക്ച്വലി കമ്മിറ്റഡ്, അതായത് ഇനിയിപ്പം ഇൻ കേസ് ആ ഒരു ക്രൈം ശരിക്കും നടന്നു, ഞാൻ ഇവിടെ ഈ പറഞ്ഞ ഇതെന്താണ്, ഞാൻ ആ കുട്ടീനെ ഹയർ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ശിക്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി ഇൻ കേസ് ആ ഒരു കുട്ടി ശരിക്കും ആ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയണത്, ഞാനിപ്പോ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുട്ടീനെ ഹയർ ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി അയാളെ കൊന്നു കഴിഞ്ഞാൽ ആ ഒരു ഒഫൻസിന് ഞാനും ഹയർ ചെയ്തത് ആരാണോ ആ ഒരു പേഴ്സൺ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ സെയിം. The person will also get the same punishment as if they did the crime themselves. ഞാൻ സ്വയം ആ ഒരു കുറ്റം ചെയ്തതുപോലെ എനിക്ക് എന്ത് കിട്ടും? അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കും. അതാണ് ദ പേഴ്സൺ വിൽ ഓൾസോ. അപ്പൊ കുട്ടിക്കും ഉണ്ട് വിൽ ഓൾസോ എന്നാണ് പറയുന്നത്. ഗെറ്റ് ദ സെയിം പണിഷ്മെന്റ് ആസ് ഇഫ് ദേ ഡിഡ് ദി ക്രൈം ദംസെൽവ്സ്. ഇനി ഈ ഒരു കാര്യം IPC പറയുന്നത് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ IPC പറയുന്നില്ല. ഈ ഒരു സെക്ഷൻ എന്താണ്? പുതുതായിട്ട് വന്നതാണ്. BNS പുതിയ വന്നൊരു സെക്ഷൻ ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് കൊഗ്നീസബിൾ ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയൽ നടത്തുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും. ഇനി ഈ ഒരു ഒഫൻസ് നടന്നു, ഇഫ് ദി ഒഫൻസ് ബി കമ്മിറ്റഡ്, ആ ഒരു കുട്ടി ആ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ ആ ഒരു ഒഫൻസ് എന്തായിട്ട് മാറും? അവിടെയും ആ ഒരു ഒഫൻസ് കൊഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ട്രയൽഡ് ബൈ കോർട്ട് ബൈ വിച്ച് ഒഫൻസ് കമ്മിറ്റഡ് ഈസ് ട്രയബിൾ. ഏത് കോടതിയിലാണോ ആ ഒരു ഒഫൻസ് നടന്നിട്ടുള്ളത് അവിടെ ആയിരിക്കും അവിടെ നടത്തുന്നത്. ട്രയബിൾ ബൈ കോർട്ട് ബൈ വിച്ച് ഒഫൻസ് കമ്മിറ്റഡ് ഈസ്, അതായത് ഇപ്പം ഏത് ടൈപ്പ് ഓഫ് ഒഫൻസ് ആണോ അവിടെ കമ്മിറ്റ് ചെയ്തത്. ഇപ്പൊ പല പല ഒഫൻസസ് പല പല കോടതികളിലാണല്ലോ. ഇപ്പൊ ചെറിയ ഒഫൻസ് ആണെങ്കിൽ അത് ലോവർ കോർട്ടിൽ നമുക്ക് കൊടുത്താൽ മതി. കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് വലിയ വലിയ കോടതിയിൽ കൊടുക്കണമല്ലോ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കോടതിയിൽ ആ ഒരു ഒഫൻസ് പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു കുട്ടീനെ എന്തെങ്കിലും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ പോണോഗ്രഫിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും എന്ത് ഈ ഒരു സെക്ഷൻ ഇതിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. സെക്ഷൻ 95 അണ്ടറിൽ വരുന്ന ഒരു ഒഫൻസ് ആയിരിക്കും അതും. എന്ത്? കുട്ടീനെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ പോണോഗ്രഫിക്ക് വേണ്ടി യൂസ് ചെയ്താലും. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 96, procuration of child. If a person lures, convinces or takes a child by any method with the intention that the child will be forced or tricked into sexual activity or knows that it is likely to happen. അതായത് ഒരാള് ഒരു കുട്ടീനെ എന്ത് ചെയ്യുകയാണ്? ആ കുട്ടീനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ ആ കുട്ടീനെ എടുത്തിട്ട് വരികയാണ്, ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ കുട്ടീനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ട്രിക്ക് ചെയ്ത്, കാരണം കുട്ടികളല്ലേ, അവരെ നമുക്ക് ട്രിക്ക് ചെയ്യാൻ പറ്റില്ലേ? ട്രിക്ക് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുന്നത്? എന്തെങ്കിലും സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫോഴ്സ് അല്ലെങ്കിൽ ട്രിക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ഓർ നോസ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ, അതായത് ഇയാൾ ഇങ്ങനെ ചെയ്താല് ആ കുട്ടി ട്രിക്ക് ആവും, അല്ലെങ്കിൽ ആ
കുട്ടീനെ കൊണ്ട് സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടീനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവരികയോ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? അപ് ടു 10 years ഓഫ് ഇംപ്രിസൺമെന്റ്, 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണത്. ഇനി ഇത് IPC പറഞ്ഞ സെക്ഷൻ 366A ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ് ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ആണ്. ഈ ഒരു ശിക്ഷ എവിടെയാണ്? കോർട്ട് ഓഫ് സെഷന്റെ മുന്നിലായിരിക്കും ഈ ഒരു ഒഫൻസ് ട്രയൽ നടത്തുന്നത്. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 97. ഇതിൽ നമ്മൾ പറയുന്നത് കിഡ്നാപ്പിംഗ് ഓർ അബ്ഡക്റ്റിംഗ് ചൈൽഡ്. ഒരു കുട്ടീനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്ഡക്റ്റ് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ കുട്ടീന്റെ വയസ്സ് എന്തായിരിക്കണം? അണ്ടർ 10 years ഓഫ് ഏജ്, 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ ആയിരിക്കണം ഈ പറഞ്ഞ കിഡ്നാപ്പ് ചെയ്യുകയോ അബ്ഡക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ അയാളുടെ ഉദ്ദേശം എന്താണ്? വിത്ത് ദ ഇന്റൻഷൻ ടു സ്റ്റീൽ എനിത്തിങ് ദ ചൈൽഡ് ഈസ് ക്യാരിങ്. ആ കുട്ടീന്റെ കയ്യിൽ ചിലപ്പോൾ വല്ല പൈസയോ അല്ലെങ്കിൽ മേത്ത് വല്ല ജ്വല്ലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാകും, അത് മോഷ്ടിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടി 10 വയസ്സിന് താഴെ ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്ഡക്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് കിട്ടുന്ന ഒഫൻസ് ആണ് അപ് ടു 7 years ഓഫ് ഇംപ്രിസൺമെന്റ്, 7 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്. ഈ ഒരു ഒഫൻസ് IPC പറഞ്ഞ സെക്ഷൻ 369 ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇത് ട്രയൽ നടത്തുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും ഈ ഒരു ഒഫൻസിന്റെ ട്രയൽ നടത്തുന്നത്. അടുത്ത ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 98. അതിൽ പറയുന്ന ഒഫൻസ് എന്താണ്? സെല്ലിംഗ് ചൈൽഡ് ഫോർ പേർപ്പസസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ. If a person sells, rents out or gives away a child with the intention child will be used for prostitution, sexual exploitation, illicit intercourse or any unlawful or immoral purpose, or knows that the child is likely to be used in such ways. അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യുകയാണ്? ഒരു കുട്ടീനെ മറ്റൊരാൾക്ക് വിൽക്കുകയാണ് അല്ലെങ്കിൽ റെന്റ് ഔട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ കുട്ടീനെ കൊടുത്തു വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഈ കൊടുത്തു വിടുന്ന ആളുടെ ഉദ്ദേശം എന്താണ്? അയാളുടെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ അയാൾക്കറിയാം ഞാൻ ഈ കുട്ടീനെ കൊടുത്താല് ഈ കുട്ടീനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഇല്ലിസിറ്റ് ഇന്റർകോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ലീഗൽ ആയിട്ടുള്ള ഒരു ഇന്റർകോഴ്സ് അല്ല. ലീഗൽ ഇന്റർകോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഹസ്ബൻഡും വൈഫും ചെയ്യുന്ന ഇന്റർകോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലീഗൽ. അപ്പം അതല്ലാത്ത ആരെങ്കിലും ആയിട്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഇല്ലിസിറ്റ് ഇന്റർകോഴ്സ്, അതായത് ഇല്ലീഗൽ ഇന്റർകോഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ എനി ലോഫുൾ ഓർ ഇമ്മോറൽ പേർപ്പസ്. ഈ പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മളൊരു ഇമ്മോറൽ പേർപ്പസ് അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടല്ലേ കൺസിഡർ ചെയ്തു വന്നിരുന്നത്. അപ്പം വേറെന്തെങ്കിലും അൺലോഫുൾ അല്ലെങ്കിൽ ഇമ്മോറൽ പേർപ്പസിന് വേണ്ടിയിട്ട് ആ കുട്ടീനെ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നോസ് ദാറ്റ് ഞാൻ ഈ കുട്ടീനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടീനെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 18 yearsനടിയിലുള്ള ഒരു കുട്ടീനെ കൊണ്ട് ഈ പ്രോസ്റ്റിറ്റ്യൂഷന് വിധേയമാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മോറൽ പേർപ്പസിന് വേണ്ടി കൊടുക്കുന്നത് എന്താണ്? ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി എൻ ഒഫൻസ്. ആ കാര്യമാണ് സെക്ഷൻ 98 പറയുന്നത്. ദേ ക്യാൻ ബി പണിഷ്ഡ് വിത്ത്. അങ്ങനെ കൊടുത്തു വിടണം, അങ്ങനെ ആ കുട്ടീനെ വിൽക്കണ ആൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് അപ് ടു 10 years ഇൻ ജയിൽ, 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്. ഇനി ഇവിടെ 2 എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, ഇഫ് എ ഗേൾ അണ്ടർ 18 is given to a prostitute or someone running a brothel, it is automatically assumed that she was sold for prostitution unless proven otherwise. അതായത് 18 വയസ്സിന് താഴെയുള്ളൊരു പെൺകുട്ടീനെ ഒരാളിപ്പം ഞാൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ബ്രോത്തൽ എന്ന് വെച്ചാൽ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ വേശ്യാടം നടത്തുന്ന സ്ഥലത്തിനാണ് നമ്മൾ ബ്രോത്തൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഞാൻ അങ്ങനെ ആ ഒരു ബ്രോത്തൽ നടത്തുന്ന ഒരാൾക്ക് ഞാനൊരു 18 വയസ്സിന് താഴെ ഒരു കുട്ടീനെ വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ് അസ്യൂം ചെയ്യുന്നത്? ആ ഒരു കുട്ടീനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് സെല്ല് ചെയ്തു എന്നാണ് അവിടെ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ റിബ്യൂട്ടബിൾ കേസാണ്. റിബ്യൂട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കോടതിയിൽ കൊണ്ടുപോയിട്ട്
എവിഡൻസ് അല്ലെങ്കിൽ പ്രൂഫ് കൊടുക്കാം ദാറ്റ് അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ ചിലപ്പോൾ വളർത്താൻ വേണ്ടി, ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ വളർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ബ്രോത്തിൽ നടത്തുന്ന ആളെ കുട്ടീനെ വേറെ എന്തെങ്കിലും പണിയെടുപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ടാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതവിടെ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് അൺലെസ് പ്രൂവൺ അതർവൈസ് എന്ന് പറയുന്നത്. അതൊരു റിബ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കേസാണ്. ഇനി അതാണ് ഫസ്റ്റ് എക്സ്പ്ലനേഷൻ. ഇനി സെക്കൻഡ് എക്സ്പ്ലനേഷൻ എന്താണ്? ഇല്ലിസിറ്റ് ഇന്റർകോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെക്ഷൽ ആക്ടിവിറ്റി ബിറ്റ്വീൻ പീപ്പിൾ ഹു ആർ നോട്ട് മാരീഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലോ കസ്റ്റം അല്ലെങ്കിൽ യൂണിയൻ എന്താണ് ആ രണ്ടാൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണില്ല, എന്ത് lawful ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ആൻഡ് ഹു ഡോണ്ട് ഹാവ് എനി റെക്കഗ്നൈസ്ഡ് കസ്റ്റം ഓർ യൂണിയൻ ദാറ്റ് ദർ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ്സ് ആസ് സിമിലർ ടു മാരേജ്, അല്ലെങ്കിൽ മാരേജിന് സിമിലർ ആയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ അതിനാണ് ഈ ഇല്ലിസിറ്റ് ഇന്റർകോഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 99. അതിനകത്ത് നമ്മൾ പറയുന്നത് ബൈയിങ് ചൈൽഡ് ഫോർ പേർപ്പസസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. ഈ സെല്ലിങ്ങിൻ്റെത് IPC പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 372 ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്ന് പറഞ്ഞാൽ കൊഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. അതിന്റെ ട്രയൽ നടത്തുന്നത് കോർട്ട് ഓഫ് സെഷനിൽ വെച്ചിട്ടാണ്. ഓക്കെ, BNS സെക്ഷൻ 98 ആണ്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 99, ബൈയിങ് ചൈൽഡ് ഫോർ പേർപ്പസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടീനെ വാങ്ങണോ അല്ലെങ്കിൽ ഹയർ ചെയ്യണോ അല്ലെങ്കിൽ ഒരു കുട്ടീനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് വിത്ത് ദ ഇന്റന്റ് ദാറ്റ്, അവിടെ അയാളുടെ ഇന്റൻഷൻ എന്താണ്, ഈ കുട്ടീനെ ദ ചൈൽഡ് വിൽ ബി യൂസ്ഡ് അറ്റ് എനി ഏജ്, അതായത് 18 വയസ്സിന് താഴെ ഏതൊരു ഏജിലുള്ള കുട്ടീനെ ആയാലും വിത്ത് ദ ഇന്റൻഷൻ എന്താ, പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇല്ലിസിറ്റ് സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എനി ഇല്ലീഗൽ ഓർ ഇമ്മോറൽ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടീനെ എടുത്തിട്ടുണ്ടാവുക, ബൈ ചെയ്യുക അല്ലെങ്കിൽ ഹയർ ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് എടുക്കുക. അല്ലെങ്കിൽ ഇയാൾക്കറിയാം ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ ചൈൽഡ് വിൽ ബി യൂസ്ഡ് ഇൻ സച്ച് എ വേ, ആ ഒരു കുട്ടീനെ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിഞ്ഞുകൊണ്ട് അയാൾ വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? മിനിമം 7 years ഓഫ് ഇംപ്രിസൺമെന്റ്, മിനിമം 7 വർഷം വരെ തടവ്, ക്യാൻ എക്സ്റ്റെൻഡ് ടു 14 years, 14 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ആൻഡ് ഓൾസോ അയാൾക്ക് അവിടെ ഫൈനും കിട്ടുന്നതായിരിക്കും. ഇവിടെയും എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ബ്രോത്തിൽ നടത്തുന്ന ഒരാൾ എന്ത് ചെയ്യുകയാണ്, ഒരു പെൺകുട്ടീനെ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താ പ്രിസ്യൂം ചെയ്യുന്നത്, ദാറ്റ് അയാള് ആ ഒരു കുട്ടീനെ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുട്ടീനെ വാങ്ങുന്നതെന്ന് ഓട്ടോമാറ്റിക്കലി അവർ പ്രിസ്യൂം ചെയ്യും, അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. അതും എന്താണ്, ഒരു റിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കേസാണ്. എക്സ്പ്ലനേഷൻ 2 നമ്മൾ എന്താണ് ഇല്ലിസിറ്റ് ഇന്റർകോഴ്സ് എന്ന് പറയുന്നതാണ് സെക്ഷൽ റിലേഷൻസ് ഔട്ട്സൈഡ് ഓഫ് മാരേജ് അല്ലെങ്കിൽ നോട്ട് അക്സെപ്റ്റഡ് അണ്ടർ കസ്റ്റം ഓർ പേഴ്സൺ ലോ ആസ് എ മാരിറ്റൽ ടൈപ്പ് റിലേഷൻഷിപ്പ്. അതാണ് ഇല്ലിസിറ്റ് ഇന്റർകോഴ്സ്. അത്രയാണ്